Good afternoon, all. Good afternoon, ma'am. Ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഫ്രണ്ട് ഓഫീസ് എല്ലാവരും വായിച്ചോ? ഫസ്റ്റ് മൊഡ്യൂളിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? Yes, ma'am. എടുത്തോട്ടം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എങ്ങനെ ഡൗട്ട് ഉണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? Yes, ma'am. Continue. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? Responsibilities, main job, duties and responsibilities. Ensure patient complete all necessary documentation. അവിടെ നിന്നോട്ടാ മാം എടുക്കാനുള്ളത്. 6 പോയിന്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് പോയിന്റ്സ് അല്ലെ, എക്സിക്യൂട്ടീവ് നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെ, ഒരുപാട് കഴിവുകളൊക്കെ വേണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒത്തിരി അല്ലെ ഡ്യൂട്ടികളുണ്ട്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള ഒരു 6 പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ആ ഒരു എന്താ പറയാ, റിസപ്ഷനിസ്റ്റിന്റെ ആ ലക്ഷ്യം, അവരുടെ എന്താണ് ഉദ്ദേശിച്ച് അവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ചിട്ടുള്ള അവരുടെ ഡ്യൂട്ടി, അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഏതൊരു പേഷ്യന്റിനെ നന്നായി തന്നെ വെൽക്കം ചെയ്യണം, അവരെ എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അവര് ചോദിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടു അല്ലെ, അവര് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഫോം എന്തെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇനി ഫില്ല് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഫില്ല് ചെയ്ത് ചില ഫോമുകളെല്ലാം, അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫോമുകളെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Ensure patients to complete all necessary forms and documentation, including medical insurance. അതിന് തന്നെ ഇത്തരത്തിലുള്ള ഫോമുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. then എന്താണ് ആ ഫോമുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. പിന്നെ എന്താണ്, ensure patients information is accurate, including billing information. ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എന്താണ്, ഇത്തരത്തിലുള്ള തന്നിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് ആണോ, ആക്യുറേറ്റ് ആണെന്ന് വെച്ചാൽ കറക്റ്റ് ആണോ, കൃത്യതയുള്ളതാണോ എന്ന് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇൻഷുറൻസ് ഒക്കെ ആവുമ്പോൾ ചില പേഴ്സൺ സൈഡിന്റെ അല്ലെ പേരുകളൊന്നും ചിലപ്പോൾ അതിൽ ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ നമുക്കറിയാം ഫാമിലി അല്ലെ അറ്റാച്ച്ഡ് തന്നെ ആവുമ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒക്കെ പേരുകൾ അത് ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവില്ല. ഇൻ കേസ് എന്തെങ്കിലും മാറ്ററുകൾ വന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ആക്യുറേറ്റ് ആണോ, കൃത്യതയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ ആൻഡ് പോളിസി. അതായത് മെഡിക്കൽ ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ട് അല്ലെങ്കിൽ നയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യണം. നമുക്കറിയാം ചില ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ ഉണ്ടാവും. ഏത് രീതിയിലാണ്, ചിലപ്പോൾ ചില ഓപ്പറേഷൻസ് ഒക്കെ എന്താണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ചില ഹോസ്പിറ്റലൊക്കെ എന്താണ് ചിലപ്പോൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചില പ്രോട്ടോകോളുകൾ ഉണ്ടാവും, ചില നിയമങ്ങളും പോളിസി നയങ്ങളൊക്കെ ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിനെ അറിയിക്കേണ്ടതാണ്. then maintain and manage patients records. അതായത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട് അല്ലെ, അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അപാകതകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടൈം നിങ്ങൾ തന്നെ ഇതിനെ ഷെയർ ചെയ്യാം കേട്ടോ, പേജ് നമ്പർ ഒക്കെ. ഫസ്റ്റ് ടൈം എന്താണ് വിസിറ്റ് ചെയ്ത് ഇപ്പോ വീണ്ടും നമ്മൾ വിസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ, അതിന്റെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഡ്യൂട്ടി ആര് തന്നെയാണ്, റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. then എന്താണ്, മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്.
നമുക്കറിയാം ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന അല്ലെ രീതി അനുസരിച്ച് നമ്മൾ ഡോക്ടറിന് ഏത് ടൈമിൽ ചിലപ്പോൾ ഫോൺ കോളൊക്കെ വിളിച്ചിട്ടായിരിക്കും ആ ബുക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ട് അല്ലെ കൃത്യമായിട്ട് പറയും നിങ്ങൾ ഈ സമയത്തിൽ വരികയാണെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും. അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ പേഷ്യന്റിനെ മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്കറിയാം ക്യൂ ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും അല്ലെ, ഒരുപാട് ടൈം അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരും. പേഷ്യൻസ് ഡ്രോ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്, അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി റിസപ്ഷനിസ്റ്റിന്റെ ആണ്. Then facilitate the patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. In case നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു, അപ്പോഴാണ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ മാറ്ററിലൊക്കെ വരിക. അപ്പൊ എന്താണ് അത് കൃത്യമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് തന്നെയാണെങ്കിലും ചോദിക്കും അല്ലെ, റിസപ്ഷനിസ്റ്റിനോട് തന്നെ കൈകാര്യം ചെയ്ത് ചോദിക്കും നമ്മൾക്ക് ഈ ടൈമിൽ വരാനായിട്ട് സാധിക്കില്ല, അപ്പൊ നമുക്ക് മറ്റൊരു ടൈം നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് റിക്വസ്റ്റോട് കൂടിയിട്ട് ചോദിക്കും. കൃത്യമായിട്ട് തന്നെ ആ ഒരു അല്ലെ റിസപ്ഷനിസ്റ്റ് അവര് ഏത് ഡോക്ടറിനാണ് ഈ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുന്നത് അവിടുത്തെ ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റ്, സൗകര്യം ചെയ്ത് കൊടുക്കുക. പേഷ്യന്റ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറൈവൽ, ബീങ് അവെയർ ഓഫ് ഡിലേസ്, വൈകി വരാനായിട്ടുള്ള സാധ്യതകൾ. നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ മനുഷ്യന്മാർ അല്ലെ, അവര് സാധാരണ രീതിയിൽ തീരുമാനിച്ച ചില ഡിസിഷൻസുകളൊക്കെ നമുക്ക് ഭേദഗതി വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെ ആ ഒരു ഡിലേ ക്ലിനിക്കൽ സ്റ്റാഫിനെ ഇൻഫോം ചെയ്ത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ആര് ചെയ്യണം, റിസപ്ഷനിസ്റ്റ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് പോയിന്റ് എന്ന് മനസ്സിലായോ? ഹലോ, നിങ്ങൾ ഇതിലേക്ക് വന്നില്ലേ ഫ്രണ്ട് ഓഫീസിന്റെ? ഓക്കെ, അപ്പൊ അതിലേക്ക് നിങ്ങൾ വരാം. ഞാനിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത് അവിടെ നിന്ന് വിട്ടുപോവാതിരിക്കാൻ. അപ്പൊ എന്തെങ്കിലും ഒരു ആൻസർ അല്ലെ, ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് തന്നെ അയച്ചു വരും അല്ലെ, ചോദിക്കുന്നത് അനുസരിച്ചിട്ട് മെസ്സേജ് അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളിൽ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് വിട്ടുപോകില്ല. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, റൂമുകളൊക്കെ ചോദിക്കുമ്പോൾ അതിനെ റിപ്ലൈ ചെയ്യുന്ന തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് എവിടെ ഇരിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. നമുക്കറിയാം പേഷ്യൻസ് എല്ലാവർക്കും പരിചിതമാകണമെന്നില്ല ഹോസ്പിറ്റലിന്റെ ഓരോ വിങ്ങിൽ എവിടെയാണ് ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നതെന്ന്. കൃത്യമായിട്ട് അവർ തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ന അല്ലെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നിങ്ങൾ ടേൺ ചെയ്യുക, അങ്ങനെ ചെല്ലുമ്പോൾ ഇന്ന സൈഡിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ടാകും, അവിടെയാണ് നിങ്ങൾ അല്ലെ ഡോക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരേണ്ടത് റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. എന്താണ് വീണ്ടും പറയുന്നത്, ആൻസർ ഇൻകമിങ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് എൻക്വയറീസ്. അതായത് ഇത്തരത്തിലുള്ള കോളുകൾ, എന്തെങ്കിലും കോളുകളൊക്കെ നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ പല പല ഡ്യൂട്ടികളുണ്ട് അല്ലെ. കോളുകൾ വരുമ്പോൾ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ എന്നാണ് മീനിങ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മര്യാദ രീതിയിൽ അല്ലെ ഷൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഭാഷയിലൊന്നല്ല ആൻസർ ചെയ്യേണ്ടത്. ആൻസർ ദ ഫോൺ while maintaining polite, then a consistent phone manner using proper telephone etiquette. അതായത് ടെലിഫോൺ മര്യാദ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ആൻസറുകൾ കൊടുക്കുക. നമുക്കറിയാം സൗണ്ട് കുറച്ച് പറഞ്ഞാലും മനസ്സിലാവില്ല, ഭയങ്കര സൗണ്ടില് സ്പീഡില് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ മനസ്സിലാവാൻ പറ്റാതെ വരും അല്ലെ. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലും പറയാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ വളരെ തന്നെ മര്യാദ രീതിയിൽ തന്നെ അതിനെല്ലാം മറുപടികൾ കൊടുക്കേണ്ടതാണ്. Answer incoming call and deal with the inquiries. Answers the phone while maintaining polite, അതായത് വളരെ മര്യാദ രീതിയിൽ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ എളിമയോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ഫോൺ മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വറ്റ്, ടെലിഫോൺ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആൻസറുകൾ കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ അല്ലെ ഹോസ്പിറ്റലിൽ നമ്മൾ വിളിച്ചിട്ട് കോളുകൾ വിളിച്ചിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് തരാൻ പറയാം അല്ലെ. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യും, ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് പറയും അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. മറ്റേതെങ്കിലും ഭാഗത്തേക്ക് അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതും ആര് തന്നെയാണ്, റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. നമുക്ക് മറ്റ് ഡീറ്റെയിൽസ് അല്ലെ മറ്റ് ഭാഗത്തെ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിരിക്കും
അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് കോണ്ടാക്ട് ചെയ്ത് തരുന്നത്, അത് ട്രാൻസ്ഫർ കോൾ ചെയ്ത് തരുന്നതും റിസപ്ഷനിസ്റ്റ് ആണ്. എന്താണ് കളക്ട് കോപേയ്സ് ആൻഡ് പേയ്മെന്റ്സ്. അതായത് ചിലപ്പോ നമ്മുടെ ബില്ലുകൾ അല്ലെ, കുറെ ഹോസ്പിറ്റലില് ചിലപ്പോ എന്താണ് നമ്മുടെ സ്കാനിങ് സെന്ററുകളിലോ അല്ലെങ്കിൽ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ ബില്ലുകൾ പേ ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചില ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ അല്ലെ ഒരു നിശ്ചിത സ്ഥലത്ത് തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേയ്മെന്റുകൾ ചിലപ്പോഴൊക്കെ കൂട്ടി യോജിപ്പിച്ച് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ അല്ലെ അവർക്ക് കിട്ടേണ്ട ഇൻകം അവർക്ക് കൊടുക്കേണ്ടതാണ്. അവരുടെ വരുമാന മാർഗം തീർച്ചയായിട്ടും ഹോസ്പിറ്റലിന് കിട്ടേണ്ടതാണ്. അങ്ങനെയുള്ള കോപേയ്സുകൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കളക്ട് ചെയ്യണം. ചിലപ്പോ ചില കാര്യങ്ങളെല്ലാം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അവര് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും ഓരോ പേഷ്യൻസും. അങ്ങനെയുള്ള പേയ്മെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കളക്ട് ചെയ്യേണ്ടത്, അത് ഉറപ്പുവരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഇൻ കേസ് നമുക്കറിയാം ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ വരുമ്പോൾ ചിലപ്പോഴെല്ലാം അല്ലെ റീഇംബേഴ്സ്മെന്റ് ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ പകുതി അല്ലെ എന്തെങ്കിലും ഒരു കുറച്ച് നിശ്ചിത പോർഷനൊക്കെ അടയ്ക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ബില്ലിങ് കാര്യങ്ങളൊക്കെ അതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് മര്യാദകൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കോപേയ്സുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പേയ്മെന്റുകൾ കളക്ട് ചെയ്യണം. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. അതായത് നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സുകളായിട്ടുള്ള അല്ലെ സ്ഥിതി വിവരണ കണക്കുകളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് അല്ലെ നമ്മുടെ കോവിഡ് സംബന്ധമായ കാലഘട്ടങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇത്രയും കോവിഡ് ഇന്ന ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചു, ഇത്ര പേരെ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത മൊഡ്യൂളുകളിലെല്ലാം ഇതിന്റെ ഇതുകളൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം പ്രിവാലൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗവ്യാപന നിരക്ക്, ഇൻസിഡൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള സ്ഥിതി വിവരണ കണക്കുകളെല്ലാം ചിലപ്പോൾ ആവശ്യപ്പെടും. ചിലപ്പോൾ ഗവൺമെന്റ് ബേസിൽ തന്നെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും പേഷ്യൻസിന് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഡെത്ത് റേറ്റ് അല്ലെ മരണ സംബന്ധമായ നിരക്കുകൾ, അല്ലെങ്കിൽ ശിശുക്കൾ ജന്മിക്കുന്ന കുട്ടികളുടെ മരണനിരക്ക് എന്തൊക്കെയാണോ ഉള്ളതോ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗവ്യാപനത്തിന്റെ തോതറിയാനൊക്കെ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളായിട്ടുള്ള സ്ഥിതിവിവരണ കണക്കുകൾ ആവശ്യപ്പെടുന്നത് അനുസരിച്ചിട്ട് തന്നെ റിപ്പോർട്ടുകൾ അത് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതും റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം പേഷ്യൻസ് എവിടെയാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്? റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ. അപ്പൊ അവർ വിട്ടുപോകുന്ന കാര്യങ്ങളും നമുക്കറിയാം അവിടെ തന്നെ ഇൻഫോം ആയിട്ട് വന്നിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കണക്കുകൾ എടുക്കേണ്ടത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്, എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ. ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. അതായത് നമുക്കറിയാം ചില ഹോസ്പിറ്റലില് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവില്ല. ചിലപ്പോ നമുക്കറിയാം MRI സ്കാൻ പോലത്തെ അല്ലെ അതിലും കൂടി ടെക്നിക്കലായിട്ട് ഈ കാലഘട്ടത്തിന്റെ കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള സൗകര്യങ്ങൾ ചില ഹോസ്പിറ്റലിൽ ലഭ്യമാകണമെന്നില്ല. അപ്പൊ എന്താണ് ഇവര് അല്ലെ ആ ഒരു സ്ഥാപനവുമൊക്കെയായിട്ട് ഒരു മിങ്കിൾ ചെയ്തിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കാനുകൾക്ക് വിധേയമായിട്ട് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ പരിശോധിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടിയും ആരുടെയാണ്? റിസപ്ഷനിസ്റ്റിന്റെയാണ്. അതായത് ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അതായത് അവർ എന്തൊക്കെ ഡ്യൂട്ടിയാണോ കൈകാര്യം ചെയ്യുന്നത് ആ ഡ്യൂട്ടി തന്നെ അല്ലെ കൈകാര്യം ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട വ്യക്തികളാണ് റിസപ്ഷനിസ്റ്റ്. അപ്പൊ അത് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ചില ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും സ്കാനുകളൊക്കെ ചെയ്യുന്നത് വേറെ ഔട്ട്സൈഡിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതും റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആസ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസിനും കുറച്ച് അല്ലെ എന്തെങ്കിലും മെഡിക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ടാവും. നമുക്കറിയാം ചില ഡീറ്റെയിൽസ് എല്ലാം അല്ലെ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ കുറച്ച് ഡീറ്റെയിൽസുകളെല്ലാം ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് ചില ഇൻഫോർമേഷൻസ് വരുന്നതനുസരിച്ചിട്ട് അവർക്ക് അത്തരം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും.
നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ എൻക്വയറിക്ക് വരുന്ന പേഴ്സൺസ് ഉണ്ടാവും, ഫോൺ കോൾ വിളിച്ചുള്ള പേഴ്സൺസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റുകൾ ചില കാര്യങ്ങൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പേഷ്യന്റിന്റേതായ ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടാവും. obtain external medical reports as required by medical professionals. അപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് അവരുടെ നമുക്കറിയാം ഇതെല്ലാം പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ കേസ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും അല്ലെ ചിലപ്പോ ചില ഡയഗ്നോസിസ് നമ്മുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചില റിപ്പോർട്ടുകളെല്ലാം ആവശ്യമായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അത്തരം റിപ്പോർട്ടുകളെല്ലാം എടുത്തു കൊടുക്കാനും റിസപ്ഷനിസ്റ്റ് ബാധ്യസ്ഥരാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റെസ്പോണ്ട് ആൻഡ് കംപ്ലൈ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ഏത് ഇൻഫോർമേഷന് വേണ്ടിയിട്ടും സാധാരണയായിട്ട് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി അതാണ് അല്ലെ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കണം. റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഇതിനെ കുറിച്ചിട്ടാണോ അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് മസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം, മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. Then deal with the incoming and outgoing post. അതായത് നമുക്കറിയാം ഇപ്പൊ വരുന്ന അല്ലെ ഏതെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പേഷ്യൻസിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത് മാതിരി തന്നെയാണ് അവിടുത്തെ പോസ്റ്റുകളും. അതായത് ഇൻകമിങ് ആയിട്ടുള്ള വരുന്ന ഏത് കാര്യങ്ങൾ മാറ്റേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ അതും അവർക്ക് കൃത്യമായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എത്തരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ പുറത്തേക്ക് ഔട്ടായിട്ട് കൊടുക്കേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. ഇൻ കേസ് ചിലപ്പോ എന്തെങ്കിലും അല്ലെ അവിടെയുള്ള പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി എന്തെങ്കിലും ഇന്ന് കണ്ടായിരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിന്റെ ഇതിൽ വന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാനേജ്മെന്റ് എന്താണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യും. അതനുസരിച്ചിട്ടുള്ള ക്ലിനിക്കൽ വർക്കുകളെല്ലാം ചെയ്യാനായിട്ട് ആര് ബാധിച്ചതാണ്? റിസപ്ഷനിസ്റ്റ് ബാധിച്ചതാണ്. ഇപ്പൊ നമുക്കറിയാം എന്താണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്ന മാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ തന്നെ മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യാനായിട്ട് ചില ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്ന് പറയും. അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ എത്രയും പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്ര ടൈം വർക്ക് ചെയ്ത കാര്യത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. കംപ്ലീറ്റ് അതർ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. എന്താണോ അവരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്യൂട്ടീസ് എല്ലാം ക്ലിനിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് 2-3 പോയിന്റും കൂടി ഉണ്ട്. എന്താണ് പറയുന്നത്? മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing orders and monitoring office equipment. നമുക്കറിയാം ഇതിന്റെ അല്ലെ ഒരു ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ്സ് ആയിട്ട് വരുമ്പോ ഒരുപാട് പേഷ്യൻസ് വരും. അപ്പൊ അവർക്കെല്ലാം മതിയായ ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെ മതിയായിട്ടുള്ള സ്റ്റോക്കുകൾ കാര്യങ്ങൾ ഇപ്പൊ അവരെ ഇപ്പൊ നമുക്കറിയാം ഒരു കാർഡിയോളജി ഡോക്ടറിനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രഷറും കുറച്ച് കാര്യങ്ങളെല്ലാം അവര് മോണിറ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമേ ഏത് ഡോക്ടർ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം അല്ലെ അത് നേരത്തെ കൂടിയിട്ട് ആലോചിച്ചിട്ട് ഇൻ കേസ് അതേമാതിരി ഓഫീസ് കാര്യങ്ങളും കൂടെയുണ്ട്. അവിടെയുള്ള വർക്കുകളും നമ്മുടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വരുമ്പോൾ അവിടെയും കുറച്ചേരെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ചിലപ്പോ എന്താണ് എന്തെങ്കിലും SMS അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൽ അയച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേസിംഗ് ഓർഡറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് പകർന്നു കൊടുക്കുകയോ അതല്ലെങ്കിൽ എത്രത്തോളം ഇവിടുത്തെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് അതിൽ ഇൻഫോം ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ അല്ലെ അത് കൃത്യമായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൈകാര്യം ചെയ്തു പോകേണ്ടതും റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം ചില ഹോസ്പിറ്റലാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ വരിക അല്ലെ. ചില ഹോസ്പിറ്റലിൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് വിങ്ങുകൾ ഉണ്ടാവും. അപ്പൊ ചിലതിൽ എന്താണ് റിസപ്ഷനിസ്റ്റിന് ഒരുപാട് ഡ്യൂട്ടികളുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ. ചെറിയ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് എന്താണ് ക്ലറിക്കൽ ഡ്യൂട്ടി മാത്രമല്ല കുറച്ചും കൂടി പോസ്റ്റുകളുണ്ടാവും.
അതുമാത്രം തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് റിസപ്ഷനിസ്റ്റിന്റേതായ മാത്രം ഒരു ഡ്യൂട്ടീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ എന്താണ് അവരുടെ കാര്യങ്ങൾ അല്ലെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും മാത്രമായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്. റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെ അതിന്റെ ആ ഒരു ഘടനയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ചിലയിടത്ത് പല കാര്യങ്ങളല്ലേ, ചിലപ്പോൾ അവിടെയുള്ള സ്റ്റോക്കിംഗ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാം കൂടി ഇൻവോൾവ് ആയിരിക്കും. അതുമായിട്ടുള്ള മെയിൻ്റെനൻസും അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ടും റിസപ്ഷനിസ്റ്റ് തയ്യാറാവേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് അഡിക്വേറ്റ്ലി സ്റ്റോക്കഡ് ബൈ എക്സ്പെക്ടിങ് ഇൻവെന്ററി നീഡ്സ്. അതായത് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്കുകളാണ് അവിടെയുള്ള ആവശ്യത്തിന്, ആ ഹോസ്പിറ്റലിന്റെ വർക്കിങ്ങുമായ ആവശ്യത്തിന് വേണ്ടി വരുന്ന സ്റ്റോക്കുകൾ. അത് മതിയായതായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പ്ലേസിംഗ് ഓർഡേഴ്സ്, എന്തെങ്കിലും ഓർഡറുകളൊക്കെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, നമുക്കറിയാം കൂടുതൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട് എങ്കിൽ അതിന്റെ ഓർഡറുകളൊക്കെ കൈകാര്യം ചെയ്യുക. ദെൻ മോണിറ്ററിംഗ് ഓഫ് ഓഫീസ് എക്യുപ്മെന്റ്, ഇൻ കേസ് നമുക്കറിയാം അവിടെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചില എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും അല്ലെ. നമുക്ക് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകേണ്ടതും റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയസ് വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടി കൂടിയാണ് അവിടെ ആ ഭാഗങ്ങളെല്ലാം വളരെ ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യലിറ്റി. അതായത് ഇതിൽ എന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി, അതിന്റെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ഉണ്ട്, നോക്കാം. പ്രൊട്ടക്ട് ദി പേഷ്യന്റ് കോൺഫിഡൻഷ്യലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. എന്താണ് PHI ആണ്. PHI എന്നുള്ളത് നിങ്ങൾക്ക് താഴേക്ക് അത് വിവരിക്കുന്നുണ്ട്. ഈസ് സെക്യൂർഡ് ബൈ നോട്ട് ലീവിംഗ് PHI, അതായത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ in plain sight and longing of the computer before leaving it unattended. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് റിസപ്ഷനിസ്റ്റ് എന്റെ മുമ്പിലായിരിക്കും, നമ്മൾ പറഞ്ഞു പേഷ്യന്റ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, ഹിസ്റ്ററീസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് അല്ലെ. ആ ഷെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് അവർ ഷെയർ ചെയ്യുന്നത്? അവരുടെ മെഡിക്കൽ ആയിട്ടുള്ള, അതായത് രോഗവുമായി ബന്ധപ്പെട്ട കുറെ ഹിസ്റ്ററീസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ട് അവർ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്? ഓക്കെ, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും അല്ലെ, തേർഡ് പാർട്ടിക്കും അത് വിട്ടുകൊടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. പേഷ്യൻസിന്റെ മൈൻഡിൽ എന്താണ്? നമുക്ക് മതിയായ ട്രീറ്റ്മെന്റ് കിട്ടണം അല്ലെ, ചികിത്സ കിട്ടണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓരോ പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പോയിന്റ് അവിടെ പറയുന്നത് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് അവരുടെ വിശ്വസ്തത അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത, അതിനൊരു സേഫ്, അതിനൊരു സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് protected health information is secured by not leaving PHI in plain sight and longing of the computer before leaving it unattended. അതായത് ഇത്തരത്തിലുള്ള മാറ്റേഴ്സ്, മെഡിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി നിറഞ്ഞ മാറ്റേഴ്സുകളെല്ലാം മറ്റൊരു പേഴ്സൺസിനും വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മളിപ്പോ കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങളൊക്കെ ഒന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ചിലർ എന്താണ് അത് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത, വിസിബിൾ അല്ലാത്ത രീതിയിലായിരിക്കും അത് കീപ്പ് ചെയ്യുന്നത്, സുരക്ഷിതമായിട്ടായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല, മറ്റു തേർഡ് പാർട്ടീസിന് അതിന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് കീപ്പ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അതായത് ഒരു ആരോഗ്യപരമായിട്ടുള്ള കുറെ വിവരങ്ങൾ അത് പേഷ്യന്റ് കൊടുക്കുന്നത് അവരെ നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ കീപ്പ് ചെയ്യേണ്ടത്. പ്ലെയിൻ സൈറ്റിൽ അല്ലെ, മറ്റെല്ലാവർക്കും വായിക്കുന്ന രീതിയിലായിരിക്കരുത് കീപ്പ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ ഡോക്ടേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് മാത്രമാണ് അത് ക്ലിയർ ആയിട്ട് അല്ലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ഇത്രയും വരെ എടുത്ത പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്.
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. PHIയുടെ ഫുൾ ഫോം ആണ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. മിക്കപ്പോഴും പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് നിൽക്കുന്നത്, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ PHI. QTS എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയത്തോട് കൂടിയിട്ട് ഉള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് ആണ്, അത് ഇവിടെ എന്റെ മുകളിലുണ്ട്. മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. Protected health information is secured by not leaving PHI in a plain sight. ഇപ്പൊ പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലുകളുടെ പേയ്മെന്റ് ആണ്. ചില പേയ്മെന്റ്സിൽ അല്ലെ, ചില പേയ്മെന്റ്സ് ഒന്നിച്ച് അടച്ചു പോകാറുണ്ട്. നമുക്കറിയാം ചില ഡിപ്പാർട്ട്മെന്റിന്റെ പേയ്മെന്റ്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പേയ്മെന്റ് ചെയ്താൽ മാത്രമാണ് അടുത്ത ഒരു ഭാഗത്തേക്ക് അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പേയ്മെന്റ് ചെയ്യേണ്ടതാണെന്ന് നമ്മളോട് ഇൻഫോം ചെയ്യും അല്ലെ. ചിലപ്പോഴെന്താണ് ചില രണ്ട് പേയ്മെന്റുകളൊക്കെ ഒന്നിച്ചെടുക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. ഒന്ന് രണ്ട് പേയ്മെന്റ്സ് അല്ലെ, ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേയ്മെന്റ്സ് ഒക്കെ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അത് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റിസപ്ഷനിസ്റ്റ് അത് ഉറപ്പുവരുത്തണം അല്ലെ. നമുക്കറിയാം ഓരോ പേയ്മെന്റും ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് അടച്ചു പോകേണ്ടത്. വലിയ വലിയ ജനറൽ ഹോസ്പിറ്റൽ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അവർ ഇത് ചെയ്യാറ്. ചിലപ്പോഴെങ്കിലും ചില സാഹചര്യത്തിലൊക്കെ അല്ലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് ഒന്നിച്ചൊക്കെ പേ ചെയ്ത് പോകാറുണ്ട്. അത് അവര് ഉറപ്പുവരുന്ന ആ പേയ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സ്ഥിതി വിവരണ കണക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോ അല്ലെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കറിയാം ചില കേസുകളെല്ലാം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെ സ്ഥിതിവിവര കണക്കുകൾ തേടാറുണ്ട്. നമുക്കറിയാം ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ വന്നതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ഹോസ്പിറ്റലിൽ ഇത്രയും കോവിഡ് സ്ഥിരീകരിച്ചു അല്ലെ, ഇത്രയും രോഗനിർണയം നടത്തിയപ്പോൾ ഇത്രയും പേർക്ക് കോവിഡ് ആണെന്ന് കണ്ടെത്തി. അങ്ങനെയൊക്കെ ഉള്ള കണക്കുകളുണ്ടല്ലോ, അതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എറ്റിക്വേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദകൾ. ഇപ്പൊ ടെലഫോൺ എറ്റിക്വേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കേണ്ട മര്യാദകൾ. നമ്മൾ പറയില്ലേ മറ്റുള്ളവരോട് പെരുമാറേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞ പോലെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ. ഒരുപാട് സൗണ്ടിൽ സംസാരിക്കാതെ അല്ലെ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സംസാരിക്കുക. ഭയങ്കര എന്താ പറയുക കുശിക്കുന്ന രീതിയിൽ സംസാരിച്ച് ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ മതിയായ വോളിയത്തിലും അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര സ്പീഡിലും അല്ലാതെ അവർക്ക് ക്ലിയർ ആവുന്ന രീതി പൊളൈറ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക. ചിലപ്പോ നമുക്കറിയാം ധൃതിയൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അവര് ചോദിക്കുന്നത് എന്താണ്, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അത്രയും ക്ഷമയോട് കൂടിയിട്ട് അവർ പറയുന്ന കാര്യം കേട്ടിട്ട് അവർക്ക് മറുപടി അറിയാനായിട്ടുള്ള തയ്യാറ് മനസ്സ് ആർക്കുണ്ടാവണം, റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഒരു കോൺഫിഡൻഷ്യലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അല്ലെ. ഒരു പേഷ്യന്റ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹിസ്റ്ററീസ്, മെഡിക്കലുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററീസ് ഒക്കെ ഒരു ആത്മവിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് അല്ലെ. നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടില്ല, മറ്റുള്ള ആൾക്കും ഷെയർ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കീപ്പ് ഇൻഫോർമേഷൻ പ്രൈവറ്റ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ആർക്കുണ്ടായിരിക്കും, ഓരോ പേഷ്യന്റിനും ഉണ്ടായിരിക്കും. അത് കീപ്പ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അതനുസരിച്ചിട്ടുള്ള മാറ്റേഴ്സ് ആണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ PHI എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആ ഒരു ഇതിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യേണ്ടതെന്ന്. അതായത് ആ ഡോക്ടേഴ്സിന് മാത്രം, അവിടെയുള്ള ഡോക്ടേഴ്സിന് മാത്രമേ വിസിബിൾ ആവുള്ളൂ. മറ്റുള്ളവർക്കൊന്നും അത് ഷെയർ ചെയ്താൽ പോലും അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് പ്ലെയിൻ സൈറ്റ് കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്.
ഇനി എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്ലിയർ ആയോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്കിൽസ് ആണ്. അതായത് കുറെ കഴിവുകളാണ് അല്ലെ ഈ ഒരു വ്യക്തിക്ക്. നമ്മൾ കണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടികളൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കഴിവുകൾ അവർക്ക് വേണം അല്ലെ. നേരത്തെ പറഞ്ഞ പൊളൈറ്റായിട്ട് സംസാരിക്കണം, അവർക്ക് ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറണം എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കഴിവുകളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ടെലിഫോൺ എഡ്യൂക്കേറ്റ്, അതായത് ടെലിഫോൺ മര്യാദകൾ അവർ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, അതായത് മറ്റുള്ള കസ്റ്റമർ സർവീസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ചിലപ്പോൾ മെയിലായിട്ട് വരും, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് തരും. അത്തരത്തിലുള്ള സേവനങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ ബേസിക് വേർഡ്, എക്സൽ ഒക്കെ അല്ലെ, അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളെല്ലാം അവർക്ക് അതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്, അതായത് നല്ലൊരു അല്ലെ മാനേജ് ചെയ്ത് പോകാനായിട്ട് എല്ലാവരെയും പേഷ്യൻസിനെ എല്ലാവരെയും തന്നെ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫോൺ കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന പേഷ്യൻസിന് ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെ കമ്പ്യൂട്ടറിൽ വരുന്ന സിസ്റ്റത്തിൽ വരുന്ന അനുസരിച്ച് മറുപടി കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകൾ അവര് ഒരേ സമയം തന്നെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ അല്ലെ, എല്ലാവരെയും സംഘടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് സംഘടനാപരമായ രീതിയിൽ തന്നെ എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്തിട്ട്, നമുക്കറിയാം ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ടായിരിക്കണം ചിലപ്പോൾ മറുപടികളെല്ലാം കൊടുക്കേണ്ടി വരിക. അപ്പൊ അതൊക്കെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരിക്കണം? ആർക്കുണ്ടായിരിക്കേണ്ട ഇത്തരം കഴിവുകള്? ഓക്കെ, റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. അപ്പൊ അത് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, അപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ സ്കില്ലുകളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരോടും ഒരു ആശയവിനിമയം നടത്താനുള്ള കഴിവ് അല്ലെ. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ, അതായത് അവരോട് എല്ലാവരോടും ആര് സംശയങ്ങളൊക്കെ ചോദിച്ചാലും അവരൊക്കെ സംശയങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കേട്ടിട്ട് കൃത്യമായ മറുപടി അല്ലെ, ഓരോ പേഴ്സൺസിനും അവർക്ക് അർഹതപ്പെട്ട മറുപടി കൊടുക്കാനായിട്ട് ക്ലിയർ ആയിട്ടും, അതേമാതിരി തന്നെ വ്യക്തമായ ആർട്ടിക്കുലേറ്റ് മാനർ എന്ന് വെച്ചാൽ വ്യക്തമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ആർട്ടിക്കുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വ്യക്തമായ രീതിയിൽ, ക്ലിയർ എന്ന് തന്നെയുള്ള മീനിങ് തന്നെയാണ്. അതായത് നല്ല അല്ലെ വിവരണാത്മകമായ രീതിയിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. ദെൻ ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, അതായത് ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്ലി, അതായത് ഏതെങ്കിലുമൊക്കെ ഡാറ്റകൾ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ചില പേഷ്യൻസിന് ഒരു അല്ലെ ഏത് ഡോക്ടറെ കാണണമെന്ന് പറയാൻ പോലും നോളജ് ഉണ്ടായെന്ന് വരുന്നത്. അപ്പൊ അവരിൽ നിന്ന് മതിയായ രീതിയിൽ എന്താണ് അസുഖമെന്നും എങ്ങനെയാണ് തുടങ്ങിയെന്നും അപ്പൊ ആരെ കാണേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കളക്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് ഇവരെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ അല്ലെ അവര് സംഘടിപ്പിച്ചു കൊണ്ടുവേണം, അതായത് മോണിറ്റർ ചെയ്ത് എടുക്കണം, മനസ്സിലാക്കി ഇങ്ങനെ എടുക്കണം. ആ ഡാറ്റ അനുസരിച്ചിട്ടായിരിക്കണം എന്താണ് ഏത് ഡോക്ടറിനെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഇവർ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനായിട്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ചോദിച്ച് അറിയുക എന്നുള്ളതും അതിനനുസരിച്ച് മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റീസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് അറിയാം പല കാര്യങ്ങളും ഒന്നിച്ച് അല്ലെ മൾട്ടി ടാസ്ക് ആയിട്ട് ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പ്രയോറിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? മുൻഗണന അല്ലെ, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട് ആദ്യം ചിലപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചു വേണം അല്ലെ, ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാതെ അതില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാതെ ആയിരിക്കും പെട്ടെന്ന് ഒരു അർജൻസി കേസ് വരുന്നത്.
അപ്പൊ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അർജൻസി ആയിട്ടുള്ള കേസിന് അല്ലെ. അത് എത്രയും പെട്ടെന്ന് എന്താണ് അതിന്റെ പ്രോബ്ലം എന്നും എവിടെയാണ് അല്ലെ കാഷ്വാലിറ്റിനെ കാണിക്കാനാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ എന്തെങ്കിലും ഇതിലിരിക്കുകയാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്തിട്ട് അല്ലെ അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ ഫസ്റ്റ്ലി എന്താണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിനും ഉണ്ടായിരിക്കണം. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, അതായത് പ്രയോറിറ്റി അനുസരിച്ചിട്ട് തന്നെ ഒരു മുൻഗണന കൊടുക്കാനായിട്ടുള്ള പ്ലാൻ, അതിനനുസരിച്ചിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ ഒരു മാറ്റർ അത് എങ്ങനെ നേരത്തെ പറഞ്ഞു. എന്താണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കാഷ്വാലിറ്റി കാണിക്കേണ്ടതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വരുത്തേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അല്ലെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. അറ്റൻഷൻ ടു ഡീൽ എന്താണ് പറയുന്നത്? ഏബിൾ ടു പ്രൊഡ്യൂസ് accurate and high quality work through concern for all areas involved. അതായത് നമ്മള് എല്ലാ കാര്യങ്ങളും അല്ലെ ഏതൊരു ഏരിയയിലും നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ വർക്ക് അത് നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ഗുണമേന്മയോട് കൂടിയിട്ട് തന്നെ കാഴ്ചവെക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? റിസപ്ഷനിസ്റ്റിനും ഉണ്ടായിരിക്കണം. അറ്റൻഷൻ ടു ഡീൽ ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ, ഏറ്റവും അല്ലെ അങ്ങേയറ്റത്തെ കൃത്യതയോട് കൂടിയിട്ട് നല്ല ഗുണമേന്മയോട് കൂടിയിട്ട് ഏതൊരു വർക്കും ഏതൊരു ഏരിയയിലെ കാര്യവും അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. നമുക്കറിയാം പല മാറ്റേഴ്സ് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ അത് ഏത് ഭാഗത്തെ വർക്കാണെങ്കിലും മാക്സിമം ക്വാളിറ്റിയോട് കൂടിയിട്ട് ഗുണമേന്മയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ശ്രദ്ധ പതിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ കസ്റ്റമർ സർവീസ് സ്കിൽ able to develop a good customer relationship, focusing on achieving customer satisfaction. അതായത് നമുക്ക് അറിയാലേ മെയിൻ ഗോൾ ഓഫ് ഹോസ്പിറ്റലിന് അല്ലെ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്താണ്? കസ്റ്റമറെ നല്ല രീതിയിൽ അല്ലെ സാറ്റിസ്ഫൈഡ് ആക്കി തന്നെ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത് അല്ലെ. തൃപ്തിയോടുകൂടി ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് സംതൃപ്തമായിട്ട് ഒരു കസ്റ്റമറിനെ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അല്ലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗോള് ലക്ഷ്യം എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കസ്റ്റമർ സർവീസ് സ്കില്ല് അവരെ നല്ല രീതിയിൽ ഓരോ കസ്റ്റമറായിട്ടുള്ള പേഷ്യൻസിനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വരുന്ന ഏതൊരു കസ്റ്റമറെയും സംതൃപ്തമായ രീതിയിൽ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഡീൽ ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ കൃത്യമായിട്ട് തന്നെ അവർ സംതൃപ്തമായിട്ട് പറഞ്ഞിരിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് കസ്റ്റമർ സർവീസ് സ്കിൽ ആവശ്യമാണ് അല്ലെ. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ട വരില്ല. ഡോക്ടറെ കാണണമെങ്കിൽ ഈ സമയത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ ടെസ്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇന്ന സമയത്ത് കിട്ടും. അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ഡേയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഏതെങ്കിലും അവരെ സംതൃപ്തമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സർവീസുകൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് റിസപ്ഷനിസ്റ്റിന് കഴിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റിയിൽ പറയുന്നത് ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾസ്. അതായത് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിസപ്ഷന്റെ മുമ്പിൽ അല്ലെ ഒരുപാട് പേഴ്സൺസ് ആയിരിക്കും, അവര് വ്യത്യസ്ത ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഒരാൾ അല്ലെ ഇവർക്ക് ചിലപ്പോൾ അവരുടേതായ ഒരു ഈ റിസപ്ഷനിസ്റ്റിന് അവരുടേതായ കുറെ ഇതുണ്ട് അല്ലെ നേച്ചർ ഉണ്ട് എന്ന് വെച്ചാൽ സ്വഭാവ സവിശേഷതകളുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മുമ്പില് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന വ്യക്തിയോട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ അവര് അക്ഷമരായിരിക്കും അല്ലെ. ഒരു പക്ഷേ റിസപ്ഷനിസ്റ്റിന് അത്രയും അല്ലെ ഇൻവോൾവഡ് ആവാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എന്താ പറയണ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോ അവർക്ക് അത്രയും ലിസൺ ചെയ്യാനുള്ള ഒരു കഴിവ് കപ്പാസിറ്റി ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും. എങ്കിലും എന്താണ് അവരോട് അഡാപ്റ്റബിലിറ്റി ആയിരിക്കണം എന്ന് വെച്ചാൽ അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഏതൊരു റിസപ്ഷനിസ്റ്റിനും ഉണ്ടായിരിക്കണം. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾസ്. വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാവുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഡിമാൻഡ്സുകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ റിസപ്ഷനിസ്റ്റിനും അവരോട് പൊരുത്തപ്പെടാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റീസ് നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അഡ്ഹെർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതായത് ഇവർക്ക് അല്ലെ ഓരോ വ്യക്തിയും ഓരോ പേഷ്യന്റുകൾ പല പേഷ്യൻസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ധാർമ്മിക കാഴ്ചപ്പാടുണ്ട് അല്ലെ. ചില വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് ആദ്യം കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ
അത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിച്ചൊക്കെ കൊടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും ആർക്കുണ്ട്, അവിടെ റിസപ്ഷനിസ്റ്റിനുണ്ട്. ഒരു പേഷ്യന്റും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അപ്പൊ അവരുടെ അസുഖങ്ങൾ ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രദാനം ചെയ്യാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അഡ്ഹെർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പ്രൈവറ്റ് അല്ലെ PHI എന്നുള്ള മൂല്യം പ്രധാനമായിട്ടും അവരെ തുറന്ന് പറയുന്നത് അത് പ്രൈവസി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനുള്ള വഹിക്കുക എന്നുള്ളതാണ്. അഡ്ഹെർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മികമായ മൂല്യങ്ങൾ ഇവരെ കൂടെ ഉണ്ടായിരിക്കണം, അതോടൊപ്പം വഹിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഓരോ പേഴ്സൺസ് ഓരോ പേഷ്യൻസിനോടും ഒരു മര്യാദ കാണിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റാഫ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലേ, ആ ഒരു പൊസിഷൻ അല്ലേ എടുക്കാനുള്ളത്. ഇതിന്റെ ഡൗട്ടുകൾ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റ് കൂടെ എടുക്കാനുണ്ട്. ഒപ്പം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എവിടെ നിന്നെയാണ് ഇതിൽ എടുക്കാനുള്ളതെന്നൊന്ന് പറഞ്ഞേക്കാമോ? സ്റ്റാഫ് നഴ്സ് വരെയുമാണ് എടുത്തതെന്നാണ് പറഞ്ഞത്, അങ്ങനെ തന്നെയല്ലേ? സ്റ്റാഫ് നഴ്സ് മുതൽ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് പറഞ്ഞ് തീർക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത ഭാഗം അതൊന്ന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, എക്സാം ഏതാണ്ട് നിങ്ങൾക്ക് അടുത്ത് വരാറായിട്ടുണ്ട് അല്ലെ. എന്തായാലും നിങ്ങളെ മെസ്സേജ് അറിയിക്കും. എന്തായാലും അറിയിച്ചിട്ടില്ല എങ്കിൽ എന്തായാലും എനിക്ക് എക്സാമിന് മുമ്പ് ഈ ക്ലാസ് ഉണ്ടാവില്ല. അതും കൂടി ഒന്ന് നമുക്ക് തീർക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇൻഫോർമേഷൻ കറക്റ്റ്. മൺഡേ ക്ലാസ് എനിക്ക് ഉണ്ടാവില്ല, മറ്റു ടീച്ചേഴ്സിന്റെ ഉണ്ടാവും. എന്റെ അതോടുകൂടി കഴിയും, എക്സാം ആയിരിക്കും. എന്റെ അവേഴ്സ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും മൺഡേ ട്യൂസ്ഡേ ഒക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്ന് വരെയാണ് ക്ലാസ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അത്രയും ദിവസം വരെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് പറയുന്നു. എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ടെലിഫോണിക് ടിക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെലിഫോണിന്റെ മര്യാദകൾ, അത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലെ? എന്താണ് അതിൽ പറയുന്നത്? ഇത് പറയുന്നത് when a patient calls in, the way in which the front desk person handles the telephone call determines how the facility is perceived. അതായത് എങ്ങനെ അല്ലെ, എന്തെങ്കിലും ഒരു പ്രത്യേക മുൻഗണന കൊണ്ടാണ് അവരെ വിളിച്ച് കാര്യങ്ങൾ അല്ലെ, ഒരു ബുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും സാധാരണയായിട്ട് പേഴ്സൺസ് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റിസപ്ഷനിസ്റ്റിന് മുന്നിൽ കോളുകൾ ഇടുക. Then the medical officer receptionist must be a good listener and maintain confidentiality beside having good phone manners. പൊതുവെ റിസപ്ഷനിസ്റ്റ് നല്ലൊരു ലിസണർ ആയിരിക്കണം അല്ലെ, കേൾക്കാനായിട്ടുള്ള ഒരു മര്യാദ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ എന്താണ് ആ ഒരു വിശ്വസ്തത അല്ലെ, എന്തും തുറന്ന് പറയാനുള്ള ഒരു വിശ്വസ്തതയും കൂടി അവർക്ക് പ്രസന്റിലി എന്തും വെളിപ്പെടുത്തി ഏത് ഡോക്ടറിനെയാണെന്ന് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള ഒരു തുറന്ന മനോഭാവം ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അതിൽ പാലിക്കേണ്ടതും പാലിക്കേണ്ടാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു ഫോൺ വിളിക്കുമ്പോൾ എന്താണ് സാധാരണയായിട്ട് വിളിക്കുന്ന വഴിക്ക് ഭയങ്കര ഷോർട്ട് ഏതാന്ന് അങ്ങനെയല്ല അല്ലെ, പൊളൈറ്റ് ആയിട്ട് വളരെ മര്യാദയോട് കൂടിയിട്ട് വെൽക്കമിങ് അല്ലെ, നല്ലൊരു എന്തെങ്കിലും ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് ഒക്കെ വിഷ് ചെയ്തിട്ട് അവരുടെ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതാണ് പറയുന്നത് സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക് അല്ലെ, നല്ല ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷപരമായിട്ട് തന്നെ സംസാരം തുടങ്ങുക. സ്പീക്ക് ക്ലിയർലി, നല്ല വ്യക്തമായി തന്നെ സംസാരിക്കുക. മേക്ക് ദം വെൽക്കം, പൊതുവെ എന്താണ് വെൽക്കം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫോണുകൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. ഇനി ചെയ്യേണ്ടാത്തത് അല്ലെ, പാലിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? ഡിസ്ട്രാക്ട്
അതായത് ഒരിക്കലും പെട്ടെന്ന് ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പടപടാന്ന് സംഭ്രമിച്ച് ഒന്നും എന്താണ് ഏതാണെന്നുള്ളത് ആ ഫോൺ വിളിക്കുന്നവർക്കും കൂടി ഏതാണ് എന്നുള്ളത് മനസ്സിലാവാത്ത ഒരു രീതിയിലൊന്നും എടുക്കരുത്. സാധാരണ ഇത് പൊളൈറ്റ് ആയ രീതിയിൽ ഇത് ഹോസ്പിറ്റലാണ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ സാധാരണയായിട്ട് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാറ്. അപ്പൊ ആ ഒരു രീതി തന്നെ പാലിക്കണം. ഒരിക്കലും ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല അല്ലെ, സംഭ്രമിക്കും കാണിക്കാൻ പാടില്ല. ദെൻ ഷൗട്ട് ഓർ വിസ്പർ, ഒരിക്കലും ഒച്ച വെച്ച് ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ കുശുകുശുക്കുന്ന രീതിയിലൊന്നും ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ദെൻ ഹോൾഡ് ഫോർ ടു ലോങ്, ഒരുപാട് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്തെന്ന് വെക്കരുത്. നമുക്കറിയാം റിസപ്ഷൻസിന്റെ മുമ്പിൽ ചിലപ്പോൾ എൻക്വയറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ടാവും, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് നേരം ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കരുത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പ്ലീസ് വെയിറ്റ് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ട് തന്നെ ആ ഒരു മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുക. ഒരുപാട് നേരം ഒന്നും ഫോണ് ഹോൾഡ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ടെലിഫോൺ എറ്റിക്വേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്പീഡിൽ എടുക്കേണ്ടി വന്നു, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതിലേതെങ്കിലും ഭാഗം വീണ്ടും പറയേണ്ടതുണ്ടോ ഫ്രണ്ട് ഓഫീസിൽ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ ബാക്കി അല്ലെ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണും. നമ്മളൊരു ഹൈറാർക്കി അല്ലെ, ഒരു നഴ്സിംഗിന്റെ ഒരു ഇത് നമുക്കറിയാം. ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും കീഴ്ത്തടയിൽ എന്താണ് സബോർഡിനേറ്റ് വരെയുള്ള കുറച്ച് ഇതുകളാണ് ഹൈറാർക്കി സിസ്റ്റത്തിൽ വരുന്നത്. പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതും കാണാറുള്ളതും. കാരണം ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി തന്നിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അല്ലെ 3-4 ഓപ്ഷൻസ് തരുമ്പോൾ ഏത് വ്യക്തിയാണ് ഏതൊരു പൊസിഷനിൽ ഇരിക്കുന്ന നഴ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയും ഒപ്പം തന്നെ എല്ലാവരുടെയും അല്ലെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയൊക്കെ. കാരണം ആദ്യം അല്ലെ ഏതൊരു ഇതുകളാണെങ്കിലും ഹൂ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ് അല്ലെങ്കിൽ ഹൂ മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അങ്ങനെ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഓരോ പോയിന്റ്സും ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. അപ്പൊ അതിലെല്ലാം അല്ലെ നമ്മള് ഇവിടെയും ചോദിക്കുന്നുണ്ട് ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ആരായിരിക്കും റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വരുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. നമുക്ക് എടുക്കാനുള്ള ഭാഗം എന്താണ്? സ്റ്റാഫ് നഴ്സ് ആണ്. അപ്പൊ ഇതെന്താണ് നമുക്ക് സ്റ്റാഫ് നഴ്സിന് എല്ലാവർക്കും അറിയാം അല്ലെ, എപ്പോഴും ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഉള്ള വ്യക്തി ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികൾ ആരായിരിക്കും? സ്റ്റാഫ് നഴ്സുമാരായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽ ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. അതായത് നമ്മളുടെ പേജ് നമ്പർ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ, എന്തായാലും കുറച്ചു നേരമേ ഉള്ളൂ. അപ്പൊ അതിൽ പറയുന്ന കാര്യം അതായത് നമ്മൾ സാധാരണയായിട്ട് ഹെൽത്ത് കെയർ വർക്കുകൾ അത് കൂടുതലായിട്ടും ചെയ്യുന്ന പേഴ്സൺസ് ആരാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ് അല്ലെ. ലാർജസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം അല്ലെ, ആ ഒരു ഭാഗം കൂടുതലും ഹെൽത്ത് കെയർ വർക്കിന്റെ ഭൂരിഭാഗം കാര്യം കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് നഴ്സുമാരാണ്. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ എ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതായത് ഒരു സ്റ്റാഫ് നഴ്സ് അല്ലെ കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനുള്ള പ്ലേസിൽ നിന്നുള്ള ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ബാച്ചിലർ ഡിഗ്രിയോ ഡിപ്ലോമോ ഉള്ള വ്യക്തികളാണ് സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എത്തേണ്ടത്. Then they spend a lot of their time providing direct patient care. കൂടുതൽ സമയം പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? സ്റ്റാഫ് നഴ്സുമാരാണ് അല്ലെ. ഇതാണ് പറയുന്നത് they spend a lot of their time providing direct patient care. നേരിട്ട് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്നത് കൂടുതലായിട്ടും സ്റ്റാഫ് നഴ്സുമാരാണ്. The staff nurse continuously observe, monitor and assess the progress of each patient. നമുക്കറിയാം ഓരോ പേഷ്യന്റിന് ഓരോ പേഴ്സൺസിനും അല്ലെ ഓരോ നഴ്സിനും ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലെ അവർക്ക് കൃത്യമായിട്ട് മെഡിസിൻസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക, എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അല്ലെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും കളക്ട് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ പേഷ്യന്റിനെയും
അത് കൃത്യമായിട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് മോണിറ്റർ ചെയ്ത് നിരീക്ഷണത്തിനൊക്കെ വിധേയമായി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കേണ്ടത് സ്റ്റാഫ് നഴ്സ് ആണ്. If there is a sudden change in any patient's condition, nurse take appropriate action such as medication or calling the doctor. In case നമ്മളിപ്പോ എന്തെങ്കിലും ബ്ലഡ് എടുക്കാൻ ചെന്നപ്പോഴോ അല്ലെ, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് നഴ്സ് അത് ബ്ലഡ് എടുക്കാനൊക്കെ ചെന്നപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ കൊടുക്കാൻ നേരത്ത് അല്ലെ, ചിലപ്പോഴൊക്കെ രോഗി പെട്ടെന്ന് എന്തെങ്കിലും സിഗ്നൽസ് അല്ലെ, സംതിങ് ചിലപ്പോൾ പ്രഷർ താഴ്ന്നു പോകുകയോ അല്ലെങ്കിൽ ഷുഗർ കൂടി പോകുകയോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് നോട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിന് സഡൻ ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് മെഡിസിൻസ് ഒക്കെ മെഡിക്കേഷൻ എന്ന് വെച്ചാൽ മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. ഇൻ കേസ് അത് ഇച്ചിരിയും കൂടി സീരിയസ് കേസ് ആണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് ദർ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ എനി പേഷ്യന്റ് കണ്ടീഷൻ, നഴ്സ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ, അതെ അനുയോജ്യമായ ഒരു ആക്ഷൻ എടുക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ സജാസ് മെഡിസിൻസ് മെഡിക്കേഷൻ എന്തെങ്കിലും ചികിത്സകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ അല്ലെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കൊടുക്കുക. ഇൻ കേസ് അത് ഇച്ചിരി കൂടി ഇതാണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ ഡോക്ടറായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റാഫ് നഴ്സിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് ദ പേഷ്യന്റ്. അതായത് ഓരോ പേഷ്യന്റ് നമുക്ക് അറിയാലേ, ചില നഴ്സുമാര് വരുമ്പോ തന്നെ പേഷ്യൻസ് വളരെ അല്ലെ വളരെ ഭയങ്കര ശാന്തമായിട്ട് തന്നെ കിടക്കും. ചിലപ്പോൾ കാരണം എന്താ നഴ്സുമാരായിട്ട് അവർ അത്രയും അറ്റാച്ച്മെന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും നഴ്സുമാർ അത്രയും നല്ല അതല്ലേ നല്ലൊരു രീതിയിൽ തന്നെ അവരായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നല്ലൊരു റിലേഷൻ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നഴ്സുമാരുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. Then next, establishing systematic environment by providing emotion, physiological, spiritual support to patient, friends, families. നമുക്കറിയാലേ ചില പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനോട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടേഴ്സിനോടൊക്കെ നല്ലൊരു രീതിയിൽ ഒരു ചിലപ്പോ നമുക്കറിയാം ചില ഏത് വ്യക്തിക്കും അസുഖങ്ങൾ വരുമ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അല്ലെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നഴ്സുമാരുടെ സപ്പോർട്ടും അവരുടെ സംസാരവും അവരുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള കുറെ പരിഗണനകളൊക്കെ കിട്ടുമ്പോഴാണ് ഇവർക്ക് ഇച്ചിരി കൂടി അല്ലെ ഒരു രോഗം മാറും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ഈ മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങളൊക്കെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒരു കോൺഫിഡൻസ് ഓരോ രോഗിക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇമോഷണൽ അല്ലെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു സപ്പോർട്ട് ഓരോ പേഷ്യന്റിനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓരോ നഴ്സുമാരും തയ്യാറാവണം. അവരോട് ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനെ പോലോട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ബന്ധം അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഓരോ നഴ്സും തയ്യാറാക്കണം എന്നുള്ളതാണ്. Then solve patients problem, maintain safe and clean working environment. നമുക്കറിയാം പേഷ്യന്റിന്റെ അല്ലെ ഒരു സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കറിയാം അവര് നഴ്സുമാര് വന്ന് കൃത്യമായിട്ട് തന്നെ അഡ്വൈസ് ചെയ്യും. ഇന്ന വേസ്റ്റുകൾ നമ്മുടെ അടുത്ത് അല്ലെ നമുക്ക് രോഗാണുക്കളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എൻവയൺമെന്റ് ഒക്കെ നല്ല ചുറ്റുപാടുകളൊക്കെ വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ഇവരൊരു റെസ്പോൺസിബിലിറ്റി ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് നമുക്കറിയാം ഈ മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ടൈം ടു ടൈമിൽ ഇവർക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും ഓരോ പേഷ്യന്റിന്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവര് നേരത്തെ കൂട്ടി അത് മേടിപ്പിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് തയ്യാറാവണം. ദെൻ ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. അതായത് എന്തെങ്കിലും കാര്യങ്ങളിലെ ഡോക്യുമെന്റും പേപ്പറുകളും നമ്മൾ നേരത്തെ കണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവര് ഓരോ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചിലപ്പോൾ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റേഷൻ അല്ലെ എന്നൊക്കെ നടത്തേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് തയ്യാറാവേണ്ടതും നഴ്സുമാർ തന്നെയാണ്. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ്പ് ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ. ഇവരും എന്താണ് അവരോട് തുറന്ന് പറയുന്നത് അല്ലെ നഴ്സുമാരോട് തുറന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആത്മവിശ്വാസത്തോടെ അവർക്ക് ആത്മവിശ്വാസം ഉളവാക്കുന്ന തരത്തിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവണം എന്നുള്ളത്. ദെൻ മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. നമുക്കറിയാം ഈ മെഡിസിൻസ് കൊടുക്കുന്ന എല്ലാതോടൊപ്പം തന്നെ അല്ലെ നീഡിൽസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കറിയാം ചില ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട ചില കുഞ്ഞു കുഞ്ഞു എക്യുപ്മെന്റ്സ് ഒക്കെ അല്ലേ
അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവർക്ക് അവൈലബിൾ ആണോ, ഇപ്പൊ റെഗുലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മാസ്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓക്സിജന്റെ കാര്യങ്ങളല്ലേ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ബാറ്ററി ഒക്കെ ഉണ്ടോ, കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് അവൈലബിൾ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതും ആര് തന്നെയാണ്, നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. എന്താണ് പറയുന്നത്, മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്സ്. അതായത് എന്തെങ്കിലും നോളജുകൾ പുതിയതായിട്ട് മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ്. നമുക്കറിയാം പഴയ നഴ്സുമാരാണെങ്കിൽ കൂടി ഇപ്പോഴും അവരെന്താണ് ഇപ്പൊ എങ്ങനെയാണോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്, ഇപ്പോൾ ടെക്നോളജി ഒക്കെ വികസിക്കുന്നതനുസരിച്ചിട്ട് അവരും അതിനെ കുറിച്ചുള്ള അവയർനെസ് നേടിയെടുക്കേണ്ടതാണ് അല്ലെ. അത് പണ്ട് നമ്മള് നേഴ്സ് ആയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു രീതി അല്ല എങ്കിൽ പുതിയ നോളജ് ഒക്കെ ഉണ്ടായെങ്കിൽ ആ നോളജ് എല്ലാം സമ്പാദിക്കാനായിട്ടും ഓരോ നഴ്സുമാരും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്റ്റാഫ് നഴ്സിന്റെ ആയിട്ടുള്ള അവർക്ക് പറഞ്ഞിരിക്കുന്ന മാറ്റേഴ്സ്. ക്ലിയർ ആണോ? നോക്കാം ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെയും കൂടി. ഓക്കെ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ മെഡിസിൻ ഇൻസുലിൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് മെഡിസിൻ അവരെ കീപ്പ് ചെയ്ത് ഇരിപ്പുണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നഴ്സിന് അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോറേജ് വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റോറേജ് വെക്കാനായിട്ട് അത് ചെക്ക് ചെയ്ത് അല്ലെ, അതനുസരിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത് ആസൂത്രണം ചെയ്ത് തന്നെ അവർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത മെഡിസിൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലും കൂടി നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതും കൂടി ഒന്ന് കാണുന്നോട്ടെ. നഴ്സിംഗ് അസിസ്റ്റന്റ് ലാസ്റ്റ് പോയിന്റ് ആണ് അല്ലെ, ലാസ്റ്റ് ഹൈറാർക്കിയിലെ ഏറ്റവും താഴെയുള്ള ഒരു ഇതാണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. Nursing assistant or assistant nursing is an individual who works under a staff nurse in a supportive role under. അതായത് നഴ്സുമാരെ അല്ലെ കീഴിൽ വരുന്ന വർക്ക് ചെയ്യുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് പ്രധാനമായിട്ടും നഴ്സിംഗ് അസിസ്റ്റന്റിന് ഉള്ളത് എന്നുള്ളതാണ്. Then assistants have duties like helping patients with their basic needs. സാധാരണയായിട്ട് നമുക്കറിയാം അല്ലെ, നമുക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തികളൊക്കെ ആയിരുന്നിട്ടുണ്ടാവും, പക്ഷെ ഏജ് ഓവറൊക്കെ ആവുമ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടീവ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അല്ലെ ആ ഒരു ഏജും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ളവരുടെ സപ്പോർട്ടും കൂടി ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബേസിക് നീഡുകൾ നിർവഹിക്കാനായിട്ടാണ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ വർക്ക് ചെയ്യുന്നത്. They must be completed short-term diploma course of nursing. ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സുകളാണ്. തന്നെ ഇതിൽ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം അല്ലെ, നമുക്ക് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യകതകൾ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ് അവരൊക്കെ അല്ലെ സ്വന്തമായിട്ട് സ്വമേധയാ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആവുമ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹെൽപ്പോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അല്ലെ കുടിക്കലും എന്തെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യലൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. നമുക്കറിയാം കിടന്ന് പോകുന്ന അല്ലെ തളർന്നൊക്കെ ഒരു വശമൊക്കെ തളർന്നു പോകുന്ന പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ അവരെ എന്താണ് കിടത്തി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള അവരെ എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെഡ് അല്ലെ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. Then turn, reposition and move patients between wheelchair seats and beds. നമുക്കറിയാം ചിലപ്പോ അല്ലെ അവർക്ക് നടക്കാൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയി അല്ലെ അതൊക്കെ കയറ്റിയിരുത്താനും വീണ്ടും അവരെ കിടത്താനൊക്കെ ആയിട്ടും ഈ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സേവനം ആവശ്യമായിട്ട് വരും. മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദിയർ ഫുഡ്. ചിലപ്പോൾ സ്വമേധയാ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അല്ലെ ഒരു കോൺഷ്യസ് ആയിരിക്കില്ല. അപ്പൊ അൺകോൺഷ്യസ് ആയിട്ടുള്ള അബോധാവസ്ഥയിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവരുടെ ആ പേഷ്യൻസിന് ഫുഡ് കൊടുക്കാനായിട്ട് ചിലപ്പോൾ റൈസ് ട്യൂബിന്റെ അല്ലെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരാണ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. Then measure vital signs such as blood pressure, temperature and report routines. അതായത് സാധാരണയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആകുമ്പോൾ എന്താണ് ആ പേഷ്യന്റിന്റെ ഇങ്ങനത്തെ എന്തെങ്കിലും
പ്രഷർ കൂടുകയോ ഷുഗർ കുറഞ്ഞു പോവുകയോ അങ്ങനെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കാനോ അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്ത് അതിലെന്തെങ്കിലും അല്ലെ വൈറ്റലായിട്ടുള്ള പ്രധാന സിഗ്നൽസ് എന്തെങ്കിലും ഭേദഗതികളൊക്കെ ആബ്സെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണ് റൊട്ടീൻ നേഴ്സിനെ അറിയിക്കാനായിട്ട് തയ്യാറാവേണ്ടത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ടെസ്റ്റ് വായിച്ചു നോക്കാം. എന്തായാലും 2 മിനിറ്റ് കൂടി എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ വായിച്ചു നോക്കിയാൽ ഒരു ചെറിയ ഭാഗമാണിത്. നമുക്ക് പരിചിതമായ ഒരു ഭാഗം കൂടിയാണ് നഴ്സിംഗ് അസിസ്റ്റന്റും അല്ലെ സ്റ്റാഫ് നഴ്സും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇത്തിരി സ്പീഡിലായിരുന്നു എന്നറിയാം, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയി പോയില്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം. നിങ്ങളുടെ ഡൗട്ടുകളൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ എക്സാം നിങ്ങൾ നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.